Hi friends, welcome back to Budget Master. നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഗോഡ്സില വേഴ്സസ് കോങ്ങിന്റെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ തന്നെയാണ്. ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു നല്ല ഇമ്പാക്ട് തന്നെ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. ഇപ്പോഴത്തെ അതിന്റെ ട്രെയിലർ അത്രമാത്രം കൂടുതൽ ഹൈപ്പ് നമ്മളിലേക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് എന്തായി തീരുമെന്നോ അല്ലെങ്കിൽ ഇതിൽ എന്തായിരിക്കും അവർ ഒളിപ്പിച്ച് വെക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം ഡീറ്റെയിൽഡ് തന്നെ നമുക്ക് നോക്കാം. എന്നാൽ പോലും കുറേയേറെ കാര്യങ്ങൾ അവർ ട്രെയിലറിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഇത് എന്തായിരിക്കും ഇനി തിയേറ്ററിൽ വരുമ്പോൾ നമ്മളിൽ മാറ്റം വരുത്താൻ പോകുന്നതെന്നും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ആരംഭിക്കാനും നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അവർ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനപ്പോൾ പൂർവ്വമായിട്ടുള്ള നിങ്ങൾ നോട്ടിഫിക്കേഷനാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ട്രെയിലർ ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് കോങ്ങിനെയും ഗോഡ്സിലയും തന്നെയാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടാണുള്ളത്. ഒരാൾ മണ്ണിനടിയിൽ നിന്ന് വരുന്നു, അഥവാ പിരമിഡുള്ള സ്ഥലത്ത് നിന്ന് വരുന്നു. മറ്റൊരാൾ സീയിൽ നിന്നും, അഥവാ ഗോഡ്സില സീയിൽ നിന്ന് വരുന്നു. തീർച്ചയായിട്ടും ഗോഡ്സില നമ്മൾ കൂടുതലും കടലിലെ പരിസരത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. സോ അതോടെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഗോഡ്സില ഈ ഒരു അവസരത്തിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും എന്തോ പ്രശ്നത്തിന് ശേഷം പൊങ്ങി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആദ്യത്തെ സീനിലൂടെ അവർ കാണിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്നത് പ്രകാരം മനുഷ്യന് എപ്പോഴും, പ്രത്യേകിച്ച് മനുഷ്യനും പ്രവൃത്തിക്കും എപ്പോഴും ഗുണമുള്ള കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ടൈറ്റൻസ് ചെയ്തിട്ടുള്ളത്. കോങ് മനുഷ്യരെ സംരക്ഷിക്കുമ്പോൾ ഗോഡ്സില ചെയ്തിരുന്നത് നേച്ചറിനെ ഒരു സംരക്ഷണ കവചമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ തുടക്കത്തിലും ഇവർ പറയുന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ ശേഷമുള്ള സീനിൽ നമ്മൾ കാണുന്നത് ഗിയെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കുട്ടിയെ നമ്മൾ മുൻപുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഗിയയ്ക്ക് പ്രത്യേകിച്ച് ഒരു കണക്ഷൻ തന്നെ ഉള്ള കാര്യം നമുക്ക് വൃത്തിയായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എന്തോ ഒരു സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നു. മുഴുവൻ മനുഷ്യരാശിക്കും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ചെറിയ ഭൂകമ്പം പോലെ തന്നെ ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ സകല ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ഗോഡ്സിലേക്കും കോങ്ങിനും എന്തോ ഫീൽ ചെയ്യാനും സാധിക്കുന്നു. അതേസമയം ഗിയയ്ക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് വിഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന സിനിമകളിലൂടെ നമുക്ക് ഇതിനെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. തൊട്ടകസിൽ നമ്മൾ കാണുന്നതാണ് ഗിയുടെ കണ്ണിലായിട്ട് ഒരു ചെറിയ വിഷൻ പോലെ വരുന്നത്. ഇത് മറ്റാരുടെയുമല്ല, മോത്രയുടേതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ടൈറ്റൻ മുൻപുള്ള സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലായിട്ടുള്ളത് തന്നെ. ഗോഡ്സിലെ എല്ലാവരെയും സംരക്ഷിക്കാനായിട്ട് സ്വയം സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഇതേ മോത്ര. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗിയയ്ക്ക് ഇപ്പോൾ ഇവിടെ വിഷൻ നൽകിയതിന് പിന്നിലും മറ്റാരുമല്ല, മോത്ര തന്നെയാണ്. തീർച്ചയായിട്ടും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുൻപ് എന്തിനായിരുന്നോ തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തിരുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഗിയയ്ക്ക് ആ ഒരു വിഷൻ നൽകുന്നതും. ഒരു ആപത്ത് വരുന്നുണ്ട്, അതിൽ നിന്ന് സംരക്ഷിക്കണം. ആപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് വലിയൊരു ആപത്ത് തന്നെയാണ്. വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുവരെ വന്നതിൽ അല്ലെങ്കിൽ മോൺസ്റ്റർ വേഴ്സിൽ വന്നതിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു മോൺസ്റ്റർ ഇവരിലേക്ക് വരുന്നു. അതിന്റെ ഗ്ലിംസ് നമുക്ക് മുൻപുള്ള ട്രെയിലറിൽ നൽകിയെങ്കിൽ പോലും ഈ ട്രെയിലറിലൂടെ പ്രോപ്പറായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡയറക്റ്റ് റെഫറൻസ് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഈ വീഡിയോ മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കി തരാം. ശേഷം സീനിലായിട്ട് നമ്മൾ കാണുന്നത് ടാങ്കും അതേപോലെ കുറച്ച് മനുഷ്യരും ഹോളോ എർത്തിലേക്ക് പോകുന്നത് തന്നെയാണ്. ആ ഹോളോ എർത്തിലേക്ക് പോകുന്നത് മറ്റെവിടെയും കൂടെയല്ല, ആ ഒരു പ്രത്യേക സ്ഥലത്തോട് തന്നെയാണ്. ഇതേ സ്ഥലം തന്നെ നമ്മൾ ഫസ്റ്റ് ട്രെയിലറിലും കണ്ടിരുന്നു. ചുറ്റും വെള്ളമുള്ള ആ ഒരു സ്ഥലം. ഇതേ പ്രത്യേക സ്ഥലത്തൂടെ അവർ ഹോളോ എർത്തിലേക്ക് പോകുന്നു. ഹോളോ എർത്തിൽ ചെന്നപാടെ അവർ കുറേയേറെ കാര്യങ്ങൾ അവിടെ കാണുക തന്നെയാണ്. മിനി കോങ്ങിനെ കാണുന്നു. അതേപോലെ ഒരു വലിയ മോൺസ്റ്ററിന്റെ അല്ലെങ്കിൽ ഒരു വലിയ കോങ്ങിന്റെ കൈപ്പത്തിയുടെ ആ ഒരു അടയാളവും കാണുന്നു. മറ്റാരുടെയുമല്ല, സ്കാർ കിങ്ങിന്റെ തന്നെയാണ്. വരാൻ പോകുന്ന ആപത്തെന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ്. അവർ അത് മനസ്സിലാക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് ഇതേ സ്കാർ കിങ്ങിന്റെയും കോങ്ങിന്റെയും ഒരു ഫൈറ്റ് തന്നെയാണ്. തുടക്കത്തിൽ കോങ് മൊത്തത്തിലൊന്ന് പതർന്നത് നമ്മൾ കാണുന്നത് തന്നെയാണ്. സ്കാർ കിങ് തന്റേതായിട്ടുള്ള ഒരു വലിയ സാമ്രാജ്യം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കോങ് വളരെയധികം ഷോക്ക് ആവുകയും ചെയ്യുന്നുണ്ട് സ്കാർ കിങ്ങിന്റെ എല്ലാം ഈ രൂപം കണ്ടിട്ട് പോലും. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, സ്കാർക്ക് എന്ന് പറയുന്ന കഥാപാത്രം തീർച്ചയായിട്ടും ഒരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരു ഒറാങ്കുട്ടനല്ല. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കുരങ്ങ് വംശത്തിൽപ്പെട്ട കഥാപാത്രം തന്നെയാണ് ഈ സ്കാർ കിങ്. പറയാൻ കാരണം തന്റെ ആ ഒരു വെപ്പണും ഇതുകൂടെ തന്റെ ബോഡിയും കൃത്യമായിട്ട് യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഫൈറ്റ് തുടങ്ങി വളരെ കുറച്ച് നിമിഷത്തിൽ തന്നെ കോങ്ങിനെ ആക്രമിച്ച് താഴെ വീഴ്ത്തുന്നു. തീർച്ചയായിട്ടും ആ അറ്റാക്കിന് ശേഷം കോങ്ങിന് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോങ് തന്റെ കയ്യിൽ ഒരു മഞ്ഞ ഗ്ലൗസ് പോലുള്ള സാധനം ധരിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തരവാണ് നമുക്ക് ഈ അവസരത്തിൽ ഇവിടെ നൽകാനും സാധിക്കുന്നത്. കൃത്യമായിട്ടും തന്റെ ആ ഒരു വെപ്പണിനെ നല്ല രീതിയിൽ സ്കാർ കിങ്ങിനെ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ല, അവർ അവിടെ നേരിടാൻ പോകുന്ന വലിയൊരു ആപത്ത്. ലാവയുടെ ഇടയിൽ കൂടി കോങ് മറ്റൊരു കഥാപാത്രത്തിനെ അവിടെ കാണുന്നു. ഈ കഥാപാത്രത്തെ പറ്റിയാണ് ഞാൻ മുൻപേ തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ തുടക്കം മുതലേ പറഞ്ഞിരുന്നത്, ടൈറ്റൻ ഷീമോ. ഇതുവരെ നമുക്ക് മനസ്സിലായത് പ്രകാരം മോൺസ്റ്റർ വേഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ ടൈറ്റനാണ് ടൈറ്റൻ ഷീമോ. ഈ ടൈറ്റൻ തന്നെയാണ് പല ദുരന്തങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഐസേജ് പോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഇതേ ടൈറ്റൻ തന്നെയാണ്. ഇത് മാത്രമല്ലാതെ പല ടൈറ്റൻസിനെയും കീഴടക്കിയതും
ഇതേ ടൈറ്റിൽ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, കോങ്ങും നമ്മുടെ ഗോഡ്സിലെയും പേടിക്കുന്നുണ്ട് എന്തിനെയോ എന്ന്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ഗിഡോറ ഉൾപ്പെടെയുള്ള പല മോൺസ്റ്ററും വന്നത് മഞ്ഞിന്റെ അടിയിൽ നിന്നാണ്. അവർ അവിടെയെല്ലാം തടവിലാക്കി പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ടൈറ്റൻ ഷീമോ എത്രമാത്രം അപകടം പിടിച്ചൊരു മോൺസ്റ്റർ ആണ് എന്ന്. എന്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്ലിംസ് പോലും ഈ ഒരു കഥാപാത്രവും ബന്ധപ്പെട്ട് അവർ നൽകിയിട്ടുമില്ല. ശേഷമുള്ള സീനിൽ നമ്മൾ കാണുന്നത് കുറേയധികം ഐസ് അറ്റാക്ക് തന്നെയാണ്. ഇതേ ടൈറ്റൻ ഷീമോയുടെ പവർ എന്ന് പറയുന്നത് ഐസ് തന്നെയാണ്. അതിന്റെ ആ ഒരു ഐസിന്റെ പവർ കൊണ്ട് എല്ലാത്തിനെയും പെട്ടെന്ന് ഇല്ലാതാക്കി കളയും. കോങ്ങിനെ കാണുന്ന ആദ്യത്തെ സീനിൽ പോലും തന്റെ ഇതേ ഐസ് പവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ കോങ് ഇതേ അവസരത്തിൽ തന്റെ ആക്സ് ഉപയോഗിച്ച് അതിനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ആക്സിന്റെ നാശം തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ അവസരത്തിൽ പോലും ആക്സ് നശിക്കാൻ പോകുന്നതായിട്ട് തന്നെ നമുക്കവിടെ കാണാനും സാധിക്കുന്നു. ശേഷമുള്ള സീനുകളെല്ലാം നമ്മൾ കാണുന്നത് റാൻഡം ആയിട്ടുള്ള ഗോഡ്സിലയുടെയും അതേപോലെ കോങ്ങിന്റെയും ഫൈറ്റ് സീക്വൻസുകളും. അവർ പരസ്പരം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്തത് എങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ഹോളോ എർത്തിലായിട്ടാണ് ഫൈറ്റ് നടക്കുന്നതെങ്കിൽ പിന്നീട് അത് സർഫസ് വേൾഡിലേക്ക് നടക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്തായിട്ട് കാണുകയും ചെയ്യുന്നത്. സിറ്റിയിലായിട്ട് ഫൈറ്റ് നടക്കുന്നു. ഈ അവസരത്തിലെല്ലാം തന്നെ കാർക്കിങ് തന്റെ ആ ഒരു വെപ്പണിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നു. ഏതോ ഒരു ജീവിയുടെ വെർട്ടിബ്രെ കൊണ്ടുണ്ടാക്കിയ ഒരു വെപ്പൺ ഉപയോഗിച്ച് ഒരു വലിയ ബിൽഡിങ്ങിനെ തന്നെ കുഴുതെറിയുക തന്നെയാണ്. ഇത് മാത്രമല്ലാതെ ഇതേ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് നമുക്ക് ഗോഡ്സിലേക്ക് കുറേയധികം മറ്റ് പവറുകളും ഈ സിനിമയിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ പൾസ്. ഗിഡോറയെ ഗോഡ്സില്ല മുൻപ് തോൽപ്പിച്ചിട്ട് ഇതേ പവർ ഉപയോഗിച്ചാണ്. എന്നാൽ ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ കുറേയധികം മാറ്റം വരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടതായത് തന്നെയാണ് ഗോഡ്സിലേക്ക് പതിയെ എവല്യൂഷൻ ഈ സിനിമയിൽ സംഭവിക്കാൻ പോകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ആദ്യം നീല നിറത്തിലായിരിക്കും, പിന്നീട് പിങ്ക് നിറത്തിലേക്ക് മാറും. ഈ ഓരോ നിറത്തിൽ മാറുമ്പോഴും ഗോഡ്സില്ല സ്വയം ഇവല്യൂഷനിലൂടെ കടന്നു പോകുക തന്നെയാണ്. ശേഷം ഈ ട്രെയിലറിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് സ്കാർക്കിങ്ങും ഗോഡ്സിലെയും കോങ്ങും ഇതുകൂടാതെ ടൈറ്റൻ ഷീമയുമായിട്ടുള്ള ഫൈറ്റുകൾ തന്നെ. കോങ്ങിന് തന്നെ കൈ പോയത് കാരണത്താൽ മനുഷ്യൻ എന്തൊക്കെയോ വെപ്പളുകൾ നൽകി സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കോങ്ങിന് അത്യാവശ്യം പവറും ലഭിക്കുന്നുണ്ട്. സ്കാർക്കിങ്ങിന്റെ എല്ലാം പല്ലിടിച്ച് തെറിപ്പിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ട്രെയിലറിൽ കാണാനും സാധിക്കുന്നത്. രണ്ട് ശത്രുക്കൾ പരസ്പരം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്നു, മനുഷ്യരുടെ ജീവന് വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി. സോ എന്തായാലും കാത്തിരിക്കാം സിനിമ ഇറങ്ങുമ്പോൾ കൂടുതൽ വാർത്തകൾക്കായിട്ടും വിവരങ്ങൾ കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. സോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പ്രദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസിയും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. ഈ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ യോ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.